ഇന്ന് ഒരുപാട് പുരുഷന്മാർ ഒരേപോലെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഉദ്ധാരണ പ്രശ്നം. ഈ പ്രശ്നം ചിലപ്പോൾ എന്തെങ്കിലും മെഡിക്കൽ അസുഖങ്ങളുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ്റെ ഭാഗമായിട്ടോ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ കാരണവും ഇതിൻ്റെ പ്രതിവിധിയുമാണ്. എൻ്റെ പേര് ഡോക്ടർ സാൻഡ്ര അജിത്, മെഡിക്കൽ ഓഫീസർ, പ്രാണ നേച്ചർ കെയർ സെൻറ്റർ, കൊല്ലം. ഉദ്ധാരണ പ്രശ്നം അനുഭവിക്കുന്ന ആളുകളിൽ ഇത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. പ്രത്യേകിച്ചും മെൻ്റലി ഭയങ്കരമായിട്ട് തളർന്നു പോകാറുണ്ട്, ഡിപ്രഷൻ ഉണ്ടാകാറുണ്ട്, ഫാമിലി ലൈഫിനെ തന്നെ ഇത് അഫക്റ്റ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ പരിഹാരം അറിയണം എന്നുണ്ടെങ്കിൽ ഇത് ആദ്യം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കിയിരിക്കണം. അതെങ്ങനെയാണെന്നുള്ള കുറേയും കൂടെ സിമ്പിളായിട്ടുള്ള കാര്യത്തിൽ പറഞ്ഞു തരാൻ കഴിയും. ഇതിൻ്റെ ഫിസിയോളജിക്കൽ വശം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ സെക്ഷൽ ഡിസയർ ഉണ്ടായിരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് ഫിസിക്കൽ സ്റ്റിമുലേഷൻ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിനാണ് ഈ ഒരു മെസ്സേജ് കിട്ടുന്നത്. ബ്രെയിനാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. ബ്രെയിനിൽ ഹൈപ്പോതലാമസ് എന്ന ഗ്ലാൻഡിൽ പിക്ട്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ട്. അപ്പോൾ അത് പോയി സ്റ്റിമുലേറ്റ് ചെയ്ത് രണ്ട് ഹോർമോൺസ് അവിടുന്ന് റിലീസ് ആവുകയാണ് ചെയ്യുന്നത്, LHഉം FSHഉം. LH ആണ് മെയിൽ ഹോർമോൺസ് ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും FSH ആണ് സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും. അപ്പോൾ ഇതിൻ്റെ കുറവ് മൂലം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ഈ സിഗ്നൽ നമ്മുടെ ഓട്ടോണോമസ് നെർവസിൽ വന്നിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് അവിടുന്ന് ഒരു രാസപദാർത്ഥമായിട്ടുള്ള നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥത്തെ അവിടെ ഉണ്ടാക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ രക്തക്കുഴലുകളിൽ വികസിപ്പിച്ച് ഉദ്ധാരണത്തെ പ്രോപ്പറാക്കുന്നത്. അപ്പോൾ ഈ ഒരു നൈട്രിക് ഓക്സൈഡിൻ്റെ അഭാവത്തിൽ ഉദ്ധാരണ പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ള ചാൻസ് കൂടുതലാണ്. ഈ നൈട്രിക് ഓക്സൈഡ് നമ്മുടെ ധമനികളിലെ അകത്തുള്ള ആവരണത്തിൽ എൻഡോത്തീലിയം എന്ന് പറയുന്ന ഒരു സ്ഥലത്തുനിന്ന് ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ ഇത് ഹെൽത്തി ആണെങ്കിൽ മാത്രമാണ് അത് പ്രോപ്പറായിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് അല്ല എന്നുണ്ടെങ്കിൽ എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ നൈട്രിക് ഓക്സൈഡിൻ്റെ കുറവ് വരും. അപ്പോൾ ഉദാഹരണത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. നൈട്രിക് ഓക്സൈഡിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. മെയിനായിട്ടും ഇത് ആർട്ടറി വാൾസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതേപോലെ രക്തക്കുഴലുകൾ വികസിപ്പിച്ച് അതായത് ബ്ലോക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നന്നായിട്ട് ബ്ലഡ് ഫ്ലോ ഒക്കെ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഈ രക്തക്കുഴലുകളെ നശിപ്പിക്കുന്നത് മൂലമാണ്, അല്ലെങ്കിൽ ഇത് ഹെൽത്തി അല്ലെന്നുണ്ടെങ്കിലാണ് നൈട്രിക് ഓക്സൈഡ് അവിടുന്ന് പ്രൊഡ്യൂസ് ആകാത്തത്. അപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ചില കാരണങ്ങളാണ് ഡയബറ്റിക്, അതായത് ഷുഗർ പേഷ്യൻസിൽ ഈ എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവും. ഇത് വന്നിട്ട് എല്ലാ ആർട്ടറീസിലും ചെറുതായാലും വലുതായാലും എല്ലാത്തിലും അതും വന്ന് അഫക്റ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ വരുമ്പോൾ കൃത്യമായിട്ടുള്ള നൈട്രിക് ഓക്സൈഡ് പ്രൊഡക്ഷൻ കുറഞ്ഞിട്ട് മെയിനായിട്ട് അതായത് ഈ ഷുഗർ പേഷ്യൻസിന് എന്താ പറയുക ഉദാഹരണ പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഡയബറ്റിക്കിന് വേറൊരു പ്രശ്നവും കൂടിയുണ്ട്. ഇപ്പോൾ ഇത് ഓരോ കിഡ്നീനെ അഫക്റ്റ് ചെയ്യും, കണ്ണിനെ അഫക്റ്റ് ചെയ്യും, അതേപോലെ നെർവ്സിനെ അഫക്റ്റ് ചെയ്യും. അങ്ങനത്തെയുള്ള പല ബുദ്ധിമുട്ടുകളും വരും. അപ്പോൾ സെൻസേഷനും കുറയാനായിട്ടുള്ള കാരണങ്ങളിൽ ഒന്നാണ്. ഇപ്പോൾ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു കാരണം കൊണ്ടല്ല ശരിക്കും ഉണ്ടാകുന്നത്, പല കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഉദാഹരണത്തിൻ്റെ പ്രശ്നം വരുന്നത്. പിന്നെ മറ്റു ചില കാരണങ്ങളാണ് ചില മരുന്നുകളുടെ ഉപയോഗം. അതായത് ഡിപ്രഷന് എന്തെങ്കിലും മെഡിസിൻസ് ഉപയോഗിക്കുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ പ്രഷറിന് എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിലോ ഈ പറയുന്ന ഉദാഹരണത്തിൻ്റെ ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നെ അതേപോലെ ഹോർമോണൽ ഇംബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രധാനമായിട്ടും മെയിൽ ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോണിൻ്റെ കുറവ് മൂലം, ചിലപ്പോൾ ഫീമെയിൽ ഹോർമോണായിട്ടുള്ള പ്രൊലാക്റ്റിൻ കൂടുതലും ടെസ്റ്റോസ്റ്റിറോൺ കുറവാണെങ്കിലും ഈ പറയുന്ന ബുദ്ധിമുട്ടുണ്ടാവും. അതേപോലെ LH, FSH, ഇതൊക്കെ തൈറോയിഡ്, അപ്പോൾ ഇതിൻ്റെ അഭാവം എറക്ടൈൽ ഡിസ്ഫങ്ഷന് കാരണമാകുന്നുണ്ട്. ഇതേപോലത്തെ മറ്റൊരു കാരണമാണ് സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ ഓരോ രക്തക്കുഴലുകളിലെയും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ആൽക്കഹോൾ, ചിലപ്പോൾ ആൽക്കഹോൾ കഴിക്കുമ്പോൾ ആദ്യം സെക്ഷൽ ഡിസയർ വന്നേക്കാം, പക്ഷേ അത് കാലക്രമേണ ഉദാഹരണ പ്രശ്നത്തിലേക്ക് വഴിതിരിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെയാണ് ഒബേസിറ്റി, അമിതവണ്ണം ഉള്ളവർക്കും ഉദാഹരണ പ്രശ്നം കണ്ടുവരുന്നുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും വെയിറ്റൊക്കെ മാനേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ ചില ഫാക്ടേഴ്സാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. എന്തെങ്കിലും ഫാമിലി ഇഷ്യൂ ഉണ്ടെങ്കിലും ഇതേപോലെ ഉദാഹരണത്തിൻ്റെ പ്രശ്നം വരും. 1 or 2 പ്രാവശ്യം അടുപ്പിച്ച് ഉദാഹരണത്തിൻ്റെ കുറവ് മൂലം ഇങ്ങനെ തിങ്ക് ചെയ്യും, ചിലപ്പോൾ ഇനി ഉദാഹരണം ഉണ്ടാവത്തില്ല. അങ്ങനെയും നമുക്ക് ഉദാഹരണ പ്രശ്നങ്ങൾ അങ്ങനെ മൈൻഡിൽ വിചാരിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഉദാഹരണം പ്രോപ്പർ ആവത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഫാക്ടേഴ്സും വരുന്നുണ്ട്. അതേപോലെ എന്തെങ്കിലും ട്രോമ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻസ് പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി, സ്പൈനൽ കോഡ് സർജറിയോ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ സർജറിയോ ഇങ്ങനെയൊക്കെ വരുമ്പോഴും ഉദാഹരണത്തിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്.
ഇനി ഇതിൻ്റെ പരിഹാര മാർഗങ്ങളാണ്. പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആദ്യം എന്തുകൊണ്ടാണ് ഈ ഉദാഹരണ പ്രശ്നം ഉണ്ടാകുന്നത് എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ഒരു കോസിനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ഒബേസിറ്റി മൂലമാണ്, അതായത് അമിതവണ്ണം മൂലമാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വെയിറ്റ് മാനേജ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇനി സ്മോക്കിംഗ് അല്ലെങ്കിൽ ആൽക്കഹോളിൻ്റെ ഉപയോഗം മൂലമാണ് ഇത് വരുന്നെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ നോക്കുക. പിന്നെ ഇത് ഡയബറ്റിക് അധികമായിട്ട് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റിക് മൂലമാണ് വരുന്നതെങ്കിൽ ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്ത് അതിന് റിവേഴ്സ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഫാമിലി ഇഷ്യൂവിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ആണെങ്കിൽ അതൊരു കൗൺസിലിംഗ് പോയി എടുക്കുകയോ അങ്ങനത്തെ എന്തെങ്കിലും സപ്പോർട്ട് തേടേണ്ടതാണ്. പിന്നെ നൈട്രിക് ഓക്സൈഡിൻ്റെ അഭാവമാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഭക്ഷണങ്ങളൊക്കെ നിറയെ കഴിക്കുക. ന്യൂട്രിയൻസും മിനറൽസും അടങ്ങിയ എല്ലാ ഭക്ഷണങ്ങളും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ ഇതേപോലെ തന്നെയാണ് എക്സർസൈസിൻ്റെ കാര്യം വരുമ്പോൾ മെയിൽസിന് മെയിനായിട്ടും ചിലപ്പോൾ പെൽവിക് സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യേണ്ടി വരും. അതായത് കീഗൽ എക്സസൈസിൽ അണ്ടറിൽ വരുന്നതാണ്. അത് നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതെല്ലാം അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ എക്സർസൈസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ ഉദ്ധാരണത്തിൻ്റെ പ്രശ്നം ആദ്യം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഡയബറ്റിക് ഉണ്ടോ അല്ലെങ്കിൽ കാർഡിയോ ഹെൽത്ത് കറക്റ്റാണോ, അതായത് ഹൃദയത്തിൻ്റെ ആരോഗ്യം പ്രോപ്പറാണോ, അതല്ല ഇനി ഡയബറ്റിക് ഉണ്ടോ എന്നുള്ളത് ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇനി നൈട്രേറ്റ്സ് അധികമുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ബ്ലഡ് ഫ്ലോവിനെ കൂട്ടുകയും നമ്മുടെ ഈ ഒരു ബുദ്ധിമുട്ടുകളെല്ലാം പരിഹരിക്കാനായിട്ടുള്ള കുറച്ച് ഭക്ഷണങ്ങളാണ്. ലീഫി ഗ്രീൻസ് കഴിക്കാം. അതിനകത്ത് ഇലക്കറികളായിട്ടുള്ള എല്ലാം തന്നെ ഉൾപ്പെടുത്താവുന്നതാണ്. അതേപോലെ വാട്ടർമെലൺ കഴിക്കാം, പൊമഗ്രാനേറ്റ് കഴിക്കാം, പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കാം. അതേപോലെ ബീട്രൂട്ട് കഴിക്കാം, ടൊമാറ്റോ, ഗാർലിക്ക്, അങ്ങനെയുള്ള കുറേ ഭക്ഷണങ്ങൾ, നട്ട്സ്, ഓട്സ്, ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.